ആദ്യമായി KMIC-യുടെ ഈ ന്യൂസ് അവറിലേക്ക് സ്വാഗതം ചെയ്ത് ഓൺലൈൻ പ്രേക്ഷകർക്ക് ഉള്ള ഒരു തെറ്റിദ്ധാരണ നീക്കാനുള്ള അവസരം നൽകിയതിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. EK വിഭാഗം സംസ്ഥയുടെ നേതാവ് കാളമ്പാടി ഉസ്താദ് മരണപ്പെട്ട വിവരം ഞാൻ അറിയുന്നത് ഇന്നലെ അസറിന് ശേഷമാണ്. എനിക്ക് ലഭിച്ച വിവരപ്രകാരം മയ്യിത്ത് പട്ടിക്കാട് ജാമിയ നൂരിയയിലാണ് എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രൊഫസർ K. ആലിക്കുട്ടി മുസ്ലിയാർക്ക് ടെലിഫോൺ ചെയ്തു ഒന്ന് മയ്യിത്ത് കാണാൻ വരണം എന്ന് ഉസ്താദും ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് കൂട്ടി വരട്ടെ. നേരം പറഞ്ഞത് ജനാസ ഇപ്പോൾ ജാമ്യയിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ഉസ്താദിന്റെ വീട്ടിൽ അല്പസമയം ദർശനത്തിന് വെച്ചതിന് ശേഷം കോട്ടുമല കോംപ്ലക്സിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങളവിടെ വരുന്നതോടെ നിങ്ങൾക്ക് വല്ല പ്രയാസവും ഉണ്ടാകുമോ? അതല്ലെങ്കിൽ ചെറുപ്പക്കാർ പലതരം കാഴ്ചപ്പാടുകാരാണല്ലോ, ഉസ്താദ് അങ്ങോട്ട് വരുന്നത് കാരണമായിട്ട് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ ആലിക്കുട്ടി മുസ്ലിയാർ എന്നോട് പറഞ്ഞത്, ജനാസ കാണാൻ വരുന്ന സ്ഥലത്ത് കുഴപ്പമുണ്ടാക്കുന്നത് മനുഷ്യന്മാരുടെ സ്വഭാവമല്ലല്ലോ, നമ്മളൊക്കെ പരസ്പരം ജനാസ സന്ദർശിക്കലും മറ്റും ഉള്ളതുമാണല്ലോ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ എന്നാൽ ഞങ്ങൾ വരാം എന്ന് പറഞ്ഞു. പിന്നീട് മഗ്‌രിബ് നിസ്കാര ശേഷമാണ് മർക്കസിൽ നിന്ന് പോകുന്നത്. പോകുന്ന വഴിക്ക് കൊണ്ടോട്ടി കഴിഞ്ഞപ്പോൾ കോട്ട്മല വാപ്പു മുസ്ലിമുമായി ഞാൻ തന്നെ ടെലിഫോണിൽ സംസാരിച്ചു. കാന്തപുരം ഉസ്താദ് ജനാസ കാണാൻ വേണ്ടി അങ്ങോട്ട് വരാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്, എന്റെ വകയായി ഞാൻ നിങ്ങളെ ഒന്ന് അറിയിക്കുകയാണ്. ബാപ്പു മുസ്ലിയാർ ആത്മാർത്ഥമായിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഇവിടെ മരണ തിരക്കാണ്, കുറച്ച് വൈകിട്ട് വരലായിരിക്കും നല്ലത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഉസ്താദിന് വേറെ ചില തിരക്കുകളൊക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് അവിടെ വന്നു പോരാം എന്നാണ് അഭിപ്രായപ്പെട്ടത്. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ തന്നെ വരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ വന്നോളൂ, വേണ്ടതൊക്കെ ഞങ്ങൾ ഇവിടെ ചെയ്യാം എന്ന് അദ്ദേഹം പറഞ്ഞു. വഴിയിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഖലീൽ തങ്ങളുടെ അടുത്ത് മഴദിനിൽ ചെന്ന് അദ്ദേഹത്തെ കണ്ടു. ഇശാ നമസ്കാരം അവിടുന്ന് നിർവഹിച്ചു. പിന്നീടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. ആലിക്കുട്ടി മുസ്ലിയാരോടും അതുപോലെ തന്നെ കോട്ടുമല ബാപ്പു മുസ്ലിയാരോടും ഒക്കെ സംസാരിച്ചത് കൊണ്ട് തീർച്ചയായിട്ടും അവിടെ ഒരു കുഴപ്പമുണ്ടാകാനുള്ള സാധ്യത ഞങ്ങൾ അങ്ങനെ കാര്യമായിട്ട് അല്ലെങ്കിൽ ഗൗരവത്തിൽ ഉണ്ടായിരുന്നില്ല. ഏതായാലും അൽഹംദുലില്ലാഹ് മുഖാപുരരെ ഞങ്ങൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങി മയ്യിത്ത് കാണാൻ അങ്ങോട്ട് നീങ്ങുകയും ചെയ്തു. അപ്പോൾ കുഴപ്പക്കാരായ എത്തേക്കാരായിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കുറെ പേര് മറ്റെവിടെ നിന്നൊക്കെയോ ഓടി വന്ന് ചുറ്റും വളയുകയും മയ്യിത്തിന്റെ ഒരു ഹുർമത്ത് പോലും പരിഗണിക്കാതെ അവിടെ ബഹളം വെക്കുകയും അവിടെ യാസിനോദാൻ നേതൃത്വം നൽകിയിരുന്ന ആളുകൾ അടക്കം ഈ ബഹളം കേട്ട് അന്തം വിട്ടുപോവുകയും ഒക്കെ ഉണ്ടായി. പക്ഷേ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ആ ബഹളം വെക്കുന്നതിനോടൊക്കെ വിയോജിച്ചുകൊണ്ട് അവിടെ തന്നെയുള്ള മറുവിഭാഗത്തിൽപ്പെട്ട അല്പമൊക്കെ ചിന്തിക്കുന്ന, ചിന്താശക്തി പറ്റ നശിച്ചിട്ടില്ലാത്ത ചില ചെറുപ്പക്കാര് അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട ഉസ്താദിനെ അവരെ വലയത്തിലാക്കി കയ്യിൽ അവസരം നൽകുകയും അത് കഴിഞ്ഞ് സുരക്ഷിതമായി ഞങ്ങളുടെ കാറിനടുത്തേക്ക് വരെ അവർ കൊണ്ടുവന്ന് ആക്കുകയും ചെയ്തു. പക്ഷേ അസൂയ മൂത്ത
മൃഗീയത ശരീരത്തിലും മാംസത്തിലും മജ്ജിലും ഒക്കെ കലർന്ന കുറച്ച് ചെറുപ്പക്കാര് ശക്തമായി ബഹളം വെക്കുകയും അവര് കയ്യേറ്റം ചെയ്യാൻ ശ്രമം നടത്തുകയും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരാളുടെ ഒരു വിരല് പോലും ശൈഖുന ഉസ്താദിന്റെ ദേഹത്ത് തൊട്ടിട്ട് പോലുമില്ല എന്നത് അള്ളാഹുത്താല നൽകിയ ഒരു സംരക്ഷണമായി ഞങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ്. പക്ഷെ ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത് ആ ചെറുപ്പക്കാര് കാണിച്ച പരാക്രമങ്ങളെ അല്ല. അവിടെ മുതിർന്ന നേതാക്കന്മാര് എല്ലാവരും ഉണ്ടായിട്ടും നമ്മുടെയൊക്കെ സംഘടനാ സിസ്റ്റത്തിലാണെങ്കിൽ അനുയായികളിൽ നിന്ന് അച്ചടക്കലംഘനം ഉണ്ടാകുന്ന പക്ഷം നേതാക്കന്മാരാരെങ്കിലും വന്ന് മൈക്കിൽ നിങ്ങളിൽ നിന്ന് അച്ചടക്കലംഘനം ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുകയും പറഞ്ഞാൽ ഉടനെ ശാന്തരാവുകയും ചെയ്യുന്നൊരു സ്വഭാവമാണ് നമ്മൾ മനസ്സിലാക്കിയ നമ്മുടെ നേതാക്കന്മാരും അനുയായികളും തമ്മിലുള്ള ബന്ധം. എന്നാൽ അവിടെ ആ നേതാക്കന്മാരാരും അങ്ങനെ പറയാൻ വരികയോ അല്ലെങ്കിൽ അനുയായികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയോ ഉണ്ടായില്ല എന്നത് മാത്രമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖേദകരമായ ഒരു സംഭവം. എന്നാൽ അവർക്കിടയിൽ തന്നെ വിയോജിപ്പുണ്ടാവുകയും അവർ തന്നെ ബൗദ്ധം ഒട്ടിനേറെ സ്ഥിരം എതിർവെണ്ണ വിക്രമൊന്ന് ഈ ഭാവിവാൻ തങ്ങളുടെ തന്നെ കൂട്ടുകാരെ തള്ളി മാറ്റി ഞങ്ങളുടെ വാഹനത്തിലേക്ക് എത്തിച്ചു തന്നു. അവരുടെ കൂട്ടുകാരിൽ നിന്ന് ബുദ്ധിഹീനരായ തങ്ങളുടെ എസ് പ്രവർത്തകരിൽ നിന്ന് ഉണ്ടായ ആ മൃഗീയ സ്വഭാവത്തിന് ഉസ്താദിനോട് നേരിട്ട് മാപ്പ് ചോദിക്കുകയും ഉണ്ടായി എന്ന സംഭവം ഉസ്താദ് സന്ദർശിച്ചതിന്റെ ഒരു ഫലമായിട്ട് അതിന്റെ ഒരു പോസിറ്റീവ് റിസൾട്ടായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇവിടെ നിന്ന് പോകുന്നതിന്റെ മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദും ഞങ്ങളും ഇങ്ങനെ ഒരു സാധ്യതയെ സംബന്ധിച്ച് കൂടി ചർച്ച ചെയ്തിരുന്നു. ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നത് SKSSFുകാരാണെങ്കിലും കുറച്ചൊക്കെ ഒരു മനുഷ്യത്വബോധം കാണിക്കും എന്നായിരുന്നു. അവർക്ക് AP ഉസ്താദിനെ ബഹുമാനിക്കാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നതും ശരിയാണ്. എന്നാൽ ഒരു മറവീസുകാർ നേതാവാണ് എന്ന അടിസ്ഥാനത്തിൽ മരിച്ചു കിടന്ന അച്ഛനെയും അവരൊരൽപ്പം മാന്യതയും ബഹുമാനവും കാണിച്ച് ആ മയ്യത്തിന്റെ പരിസരത്ത് വെച്ച് ഇത്തരം അപശബ്ദവും അച്ചടക്കലംഘനവും അവർ കാണിക്കില്ലായിരുന്നു എന്നാണ് ഞങ്ങൾ കണക്കുകൂട്ടിയത്. പക്ഷേ മറുവിഭാഗം എത്രമാത്രം അധപ്പതിച്ചു അല്ലെങ്കിൽ എന്ന് മനസ്സിലാക്കാൻ ഈ സംഭവം ഞങ്ങളുടെ അത്തരം പറയാനുള്ളൂ. ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്, ഇന്നലെ ഞങ്ങൾ ജന്മ സന്ദർഭത്തിൽ കാളമ്പാടി ഉസ്താദിന്റെ മയ്യിത്ത് സന്ദർശിക്കാനായി അവിടെ ഒരുമിച്ച് കൂടിയതിന്റെ ഒരു 207 ആളുകൾ ബഹുമാനപ്പെട്ട മർഹൂം ലബിക്കുത്ത് ഉസ്താദ് മരണപ്പെട്ട സമയത്ത് വീട്ടിലും പരിസരത്തിലും ആ കിലോമീറ്റർ കണക്ക് റോഡിലും നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഈ ആലിക്കുട്ടി മുസ്ലിയാരും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ മുഹമ്മദ് വൈസി ലബിക്കുത്ത് ഉസ്താദിന്റെ വീട്ടിലേക്ക് വന്നത്. വിനീതനായ ഞാനടക്കം അവിടെയുണ്ട്. ഞങ്ങൾ യാസീൻ ഓതി കഴിയാൻ നേരത്ത് അദ്ദേഹം കടന്നു വരുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ ഉസ്താദുമാര് ഇറങ്ങിത്തന്ന് സ്വീകരിച്ച് ലബിക്കുത്ത് ഉസ്താദിന്റെ മയ്യത്തിന് സമീപം കൊണ്ടുപോയി കാണിച്ച് അത് കഴിഞ്ഞ് വീടിന്റെ വരാന്തയിൽ കസേരയിൽ ഇരുത്തി ഞങ്ങൾ ഓതിത്തീർന്ന യാസീനെ തുടർന്ന് ഫാത്തിഹയും സൂറത്തുൽ ഇഖ്ലാസുമൊക്കെ ഓതി ദുആ ചെയ്യാൻ ആലിക്കുട്ടി മുസ്ലിയാരെ ഏൽപ്പിച്ച് ഞങ്ങളുടെ സംസ്കാരം ഇതാണ് എന്നായിരുന്നു ഞങ്ങൾ അവർക്കൊക്കെ പഠിപ്പിച്ചു കൊടുത്തത്. ഇങ്ങനെയൊക്കെ അവരിൽ നിന്നും ഉണ്ടാകും എന്ന് ഞങ്ങളും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അവരെ പറ്റിയുള്ള ആ ധാരണ തെറ്റായിപ്പോയി എന്ന് മനസ്സിലായി. ഏതായാലും അൽഹംദുലില്ലാഹ് ഉംറ ചെയ്യാൻ വേണ്ടി പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹുദൈബിയയിൽ വെച്ച് തടഞ്ഞ് ഉംറ ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു തിരിച്ചയച്ചു. ആ തിരിച്ചയച്ചത് വളരെ വലിയ നേട്ടം എന്നാണ് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചത്. ഫത്ഹൻ മുബീന എന്നാണ് അതിനെ ഖുർആൻ പരാമർശിച്ചത്. അത് വലിയൊരു വിജയമായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായത് ആ ഹുദൈബിയ സന്ധിയുടെ കേവലം നീണ്ടുനിന്ന 2 വർഷം കൊണ്ട് അതിന്റെ മുമ്പ് 20 കൊല്ലം നടത്തിയ ദീനി പ്രവർത്തനത്തെക്കാൾ
വലിയ വിജയം ആ 2 കൊല്ലം കൊണ്ട് നേടാൻ കഴിഞ്ഞു എന്നതാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ 20 കൊല്ലം കൊണ്ട് എത്രമാത്രം ആളുകളുടെ മനസ്സിനെ ദീനിലേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞുവോ അതിനേക്കാൾ കൂടുതൽ ആളുകളെ ഈ 2 കൊല്ലം കൊണ്ട് ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ ആ ഒരു സംഭവത്തിന് സാധിച്ചു എന്ന് ലോക ചരിത്രകാരന്മാർ മുഴുവൻ രേഖപ്പെടുത്തുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നു, ഇന്ന് രാവിലെ മലപ്പുറത്ത് നിന്ന് ഒരു പ്രധാനപ്പെട്ട ബിസിനസ്സുകാരൻ എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ചുള്ളിക്കോട് നിങ്ങളും കാന്തപുരവും മുസ്താദും വന്നത് വളരെ നന്നായി. എന്റെ പരിചയത്തിലും ബിസിനസ് പങ്കാളിത്തത്തിലും പെട്ട 25ഓളം വ്യത്യസ്ത രാഷ്ട്രീയക്കാരും മാത്രമല്ല ഗ്രൂപ്പുകാരുമായ ആളുകൾ ഇന്ന് എന്നെ വിളിച്ച് പറയുകയുണ്ടായി, ഇത്രമാത്രം അധപ്പതിക്കാൻ എങ്ങനെ ഒരു പണ്ഡിത നേതൃത്വമുള്ള സംഘടനക്ക് സാധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ആളുകളെ അത്രയും മോശമാണെന്ന് അവരുടെ ഇടയിൽ തന്നെ വിലയിരുത്താൻ ഈ സംഭവത്തിന് കാരണമാകാൻ കഴിഞ്ഞു. നിങ്ങളെപ്പറ്റിയൊക്കെയുള്ള മതിപ്പ് അവർക്ക് വർദ്ധിക്കുകയും ചെയ്തു എന്ന് പറയുകയുണ്ടായി. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ഉദ്ദേശിച്ചത് അതായിരിക്കാം എന്ന് മാത്രമേ ഈ അവസരത്തിൽ ഉണർത്തുന്നുള്ളൂ. ഉസ്താദിനെ കയ്യേറ്റം ചെയ്യലോ ഉസ്താദിന്റെ ശരീരത്തിൽ ഒരാളുടെ ഒരു വിരൽ പോലും തൊടലോ അവിടെ ഉണ്ടായിട്ടില്ല. ഉസ്താദിന് പ്രൊട്ടക്ഷൻ നൽകിയത് അവരുടെ കൂട്ടത്തിൽ തന്നെ പെട്ട നല്ല മനുഷ്യരാണ്. നേരത്തെ അലിക്കുത്ത് മുസ്ലിയാർ പറഞ്ഞിരുന്നല്ലോ, ജനാസ കാണാൻ വരുന്ന സ്ഥലത്ത് വല്ലവരും കുഴപ്പമുണ്ടാക്കുമോ എന്ന്. അതെ, മനുഷ്യരാരും കുഴപ്പമുണ്ടാക്കൂല. പക്ഷെ മൃഗമായി പോയാൽ അവർ കുഴപ്പമുണ്ടാക്കുന്നത് പറഞ്ഞിട്ട് കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രൊട്ടക്ഷൻ തീർത്ത ചെറുപ്പക്കാരൻ പിന്നീട് മഹദിയിൽ ചെന്ന് ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളോട് വിളിച്ച് ഉസ്താദിനോട് പൊരുത്തപ്പെടാൻ വേണ്ടി പറയണം, ഞങ്ങളുടെ ആളുകൾ ഇത്രയും മോശമാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്ന് പറഞ്ഞ് തരഞ്ഞു എന്ന റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനൊക്കെ പുറമെ ഇന്ന് അസറിന് തൊട്ട് മുമ്പ് കോട്ടുമര വാപ്പു മുസ്ലിയാർ തന്നെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ വിളിച്ച് ഇന്നലെ വന്ന അബദ്ധത്തിൽ നിർവ്യാജം ഖേദിക്കുന്നു എന്ന് പറഞ്ഞതായിട്ട് ഉസ്താദ് തന്നെ പറയുകയുണ്ടായി. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് അൽഹംദുലില്ലാഹ് ഇന്നലെ ഉസ്താദ് അവരുടെ ജനാസ കാണാൻ പോയതും വളരെയധികം ഖൈറായി എന്നാണ്. അതുപോലെ ആ മൃഗീയ സ്വഭാവം അവരുടെ ചില ആളുകൾ കാണിച്ചത് അതും നമുക്ക് ഖൈറാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പറഞ്ഞതല്ലാതെ മറ്റു തരത്തിൽ വല്ല പ്രചരണവും ഇന്നലത്തെ ഉസ്താദിന്റെ ആ ജനാസ സന്ദർശനവുമായി ബന്ധപ്പെട്ട് മറ്റോ മറ്റോ നടക്കുന്നുണ്ട് എങ്കിൽ ആ സംഭവത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ പൂർണ്ണമായി അത് സാക്ഷിയായ ഒരു വ്യക്തി എന്ന നിലയിൽ ആ പ്രചരണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ്, തെറ്റാണ് എന്ന് ഈ വാർത്ത കേൾക്കുന്ന മുഴുവൻ പ്രേക്ഷകരെയും അറിയിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. നന്ദി ബഹു ചൊല്ലിക്കൊടുത്തത് ന്യൂസ് ടൈമിൽ പങ്കെടുത്ത വിവരങ്ങൾ നൽകിയതിന് വളരെയേറെ നന്ദി അറിയിക്കുന്നു.